മാർക്കറ്റിംഗിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ. നിങ്ങളെ ആദ്യം റിയലൈസ് ചെയ്യണം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് അല്ലെ? അപ്പോൾ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം നമ്മളുടെ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളൊരു പെന്നും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയൽ പ്രോബ്ലം എന്താണ്? മാർക്കറ്റിംഗിലാണോ, അതോ സെയിൽസിലാണോ, അതോ നിങ്ങളുടെ കസ്റ്റമറെ മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ അപ്ഗ്രേഡ് ആവുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലാണോ നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങൾ ഇപ്പൊ എഴുതി വെക്കുക. കാരണം ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ആ പ്രോബ്ലം ആണ് ഇത്രയും നാൾ നിങ്ങളെ ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ മണി പ്രോബ്ലം ആയിരിക്കാം അല്ലെ, ചിലപ്പോൾ നിങ്ങളുടെ പല ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ആയിരിക്കാം. എന്താണ് നിങ്ങളുടെ റിയൽ പ്രോബ്ലം? അതിപ്പോ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളുടെ സീരിയസ് ആവുക. ഇനിയും നിങ്ങൾക്ക് ടൈം ഇല്ല, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഇപ്പൊ തന്നെ നിങ്ങൾ കറക്റ്റ് ഇതാക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എന്തെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ദെൻ വാട്ട് ഈസ് യുവർ റൈറ്റ് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ നിങ്ങളുടെ റൈറ്റ് സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ ഈ ഇതിലിപ്പോ നിങ്ങൾക്ക് സെയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെയിൽ കുറവായിരിക്കാം, കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എനിക്ക് ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഗോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്ത് ഗോൾ അച്ചീവ് ചെയ്തു? നിങ്ങൾ ഡ്രീം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 3 മന്ത് ഗോൾ എന്താണ്, 6 മന്ത് ഗോൾ എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? എക്സാമ്പിൾ, നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫീസ് വേണം, നല്ല കാറ് വേണം, അല്ലെങ്കിൽ മാസം ഒരു 1 lakh കൺസിസ്റ്റന്റ് ആയിട്ട് കട്ടാവാതെ എനിക്ക് കിട്ടണം, പല മാസങ്ങളിലും എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു ഇൻകം ഇല്ല എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ റൈറ്റ് സിറ്റുവേഷൻ? അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഈ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? അതിന് ഇപ്പൊ എനിക്കുള്ള സ്കില്ല് മതിയോ എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോഴുള്ള സ്കില്ല് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ കറക്റ്റ് ആയിട്ട് മെന്ററിംഗിലേക്ക് വരണം. അല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വന്തം മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു അല്ലെ? അപ്പൊ അതിൽ ഇത്രയും എത്താൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു മെന്ററിംഗിലേക്ക് വരാം. എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആരെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ, സച്ചിൻ, ഇങ്ങനെ ആരെടുത്തു കഴിഞ്ഞാലും ഇവർക്കൊക്കെ സക്സസിന് പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോപ്പർ മെന്ററിംഗ് ഉണ്ട്, ഒരു കോച്ച് ഉണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇനി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ കറക്റ്റ് സിസ്റ്റം ബിൽഡ് ചെയ്ത് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലൂടെ നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യണം, സെയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററിംഗ് ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങളുടെ സെൽഫ് ഡൗട്ടുകൾ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെക്ക് ആയി പോകും. യെസ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്കില്ല് നോക്കുക. നിങ്ങൾക്ക് ഈ സ്കില്ല് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴുള്ള സ്കില്ല് വെച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഗുഡ് മെന്ററിംഗിലേക്ക് വരിക. അതിനു മുന്നേ ഹൗ മെനി ഡേയ്സ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കില്ലെല്ലാം ഉണ്ട്, ഇത്രയും കാലം ആ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ആ സ്കില്ല് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അത് വെച്ചിട്ട് ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? എത്ര നാള് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഡേറ്റ് നിങ്ങൾ എഴുതുക. എനിക്ക് ഈ മാസം, അല്ലെങ്കിൽ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ, അല്ലെങ്കിൽ ഡിസംബറിനുള്ളിൽ ഞാൻ അത് അച്ചീവ് ചെയ്തിരിക്കുമെന്ന് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. അല്ല, നിങ്ങൾക്ക് ഒരു സ്കില്ല് നിങ്ങൾക്ക് പഠിക്കണം, അതിന് കറക്റ്റ് മെന്ററിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കറക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ആവുക, കറക്റ്റ് കൺസൾട്ടിങ്ങിലേക്ക് എൻ്റർ ആവുക, അതുപോലെ തന്നെ കറക്റ്റ് മെന്ററിംഗിലേക്ക് എൻ്റർ ആവുക. ഇത് മൂന്നും നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയാൽ മാത്രമാണ് നിങ്ങളുടെ പ്രോബ്ലംസ് ഇനി അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ കോമ്പറ്റീറ്റേഴ്സിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്ര നാൾ നിങ്ങൾ ബാക്കിലേക്ക് പോയത്. അപ്പൊ ഇനി നിങ്ങൾ തോറ്റു കൊടുക്കരുത്, മുന്നോട്ട് കുത്തിക്കണം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യണം? അറിയില്ലെങ്കിൽ പഠിക്കണം. കാരണം പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ശരിയായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അതില്ലാത്തവരാണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ നിങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് ഓർക്കുക. അപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഇപ്പോഴും ലേസിയാണ്. അതല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഞാൻ ഉറപ്പ് തരാത്. അപ്പോ ഇനി ഞാൻ പോകുന്ന പോയിന്റ് ആണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിനെ കുറിച്ച് അല്ലെ. അപ്പോ വൈ കമ്മ്യൂണിറ്റി? എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി? നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക്
എത്ര ശ്രമിച്ചാലും ഒരു പരിധിയുണ്ട് മുന്നോട്ട് പോകാൻ അല്ലെ. നമുക്കൊരു ബാക്കപ്പ് എപ്പോഴും വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. ഒരു കോച്ചിന്റെ പുഷോ അല്ലെങ്കിൽ ഒരു ടീം വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ കൂട്ടിന് ഒരാളുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ബിഗ് ഇതാണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് പോലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ആവുക. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഓൺലൈൻ ത്രൂ എങ്ങനെ സെയിൽ കൂട്ടാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസൾട്ടിങ് ആൻഡ് ട്രെയിനിങ് മെന്ററിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈനിലായിട്ടുള്ള ക്ലാസ്സുകൾ, 1-to-1 മെന്ററിങ്ങുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് വരുന്ന ഓരോ ബിസിനസ് ഓണേഴ്സിനും നല്ല സൂപ്പർ റിസൾട്ടുകളാണ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. അതിന് അധികമായിട്ട് തന്നെ ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെ നമുക്ക് സ്ട്രോങ് ആക്കാം, കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, സെയിൽസ് എങ്ങനെ കൂട്ടാം, ഇതൊക്കെ നമ്മുടെ ഒരുപാട് ബിസിനസ് ഓണേഴ്സിന് റിസൾട്ടുകൾ എടുത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ അൾട്ടിമേറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടാവുക എന്താണ് ഈ സീറോ കോസ്റ്റിൽ വന്നാൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ സ്റ്റെക്ക് ആണോ, നിങ്ങളിപ്പോ ഒരു സ്കിൽ പരമായിട്ടുള്ള പ്രോബ്ലംസ് എന്ത് തന്നെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എടുക്കുക, നിങ്ങളുടെ ബിസിനസ്സിൽ ആ ഒരു മാറ്റം കൊണ്ടുവരിക, അതും ഷോർട്ട് ടേം ആയിട്ട് ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയയുടെ പവർ മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ 3 to 6 മന്ത് കൊണ്ട് അവർക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗ്രോത്തിലെത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ എത്ര കാലമായി ബിസിനസ് ചെയ്യുന്നു, പല രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടല്ലേ. അതുപോലെ ആ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുത്തു. എന്നാൽ നിങ്ങൾ ആലോചിച്ചു, ഇന്ന് പല യൂട്യൂബിലുള്ള രീതിയിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇവരൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ 10-40 വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന ആ ഇൻകവും അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റും ആ ഒരു ഗ്രോത്ത് ഒക്കെ വെറും മാസങ്ങൾക്കുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, അത്ര വലിയ ഇൻകം ആണ്. അതുപോലെ തന്നെ ഈ ഇൻകം കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതൊക്കെ പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയ ഒരു പവറാണത്. വലിയ വലിയ വീടുകളായിക്കോട്ടെ, അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് വലിയ വലിയ പൊസിഷനിലേക്ക് മാറാൻ പറ്റുന്നു. അതൊക്കെ കിട്ടുന്നത് നമുക്ക് ആ ഓൺലൈനിന്റെ പവർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇതുവരെ അത് റിയലൈസ് ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല, അതെന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ഇന്നലെ വന്ന യങ്സ്റ്റേഴ്സ് ഇത് പ്രോപ്പറായി ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ഫാസ്റ്റ് ആകാൻ പറ്റുന്നുണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. അപ്പൊ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുക, അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എൻ്റർ ആവുക, അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ചേഞ്ച് ആണ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യണം അടുത്ത ലെവലിലേക്ക് എന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.